അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് സമസ്ത ഇവിടെ 100 വർഷം കൊണ്ട് ജനങ്ങൾക്ക് പകർന്നു കൊടുത്തത് എന്തൊക്കെയാണ് എന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ പറയേണ്ട, അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെ. നമുക്ക് അതൊന്ന് ആദ്യം കേട്ടു നോക്കാം. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ ഈ 100ഓളം വരുന്ന ഈ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് ചെയ്തതായ ഏറ്റവും വലിയതായ ഏറ്റവും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈമാനിനെ സംരക്ഷിച്ചു, അവർക്കുള്ള കർമ്മങ്ങളെ സംരക്ഷിച്ചു, അവരെ ആചാരങ്ങളെ സംരക്ഷിച്ചു. ഏത് ആചാരങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ട ആചാരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ വിശുദ്ധമാവുന്നതായ ആ തൗഹീദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ ആ കർമ്മങ്ങൾ, അതിനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സംരക്ഷിച്ചു. അപ്പോൾ മുസ്ലിം സമൂഹത്തിന് ചെയ്തു കൊടുത്തതെന്ന് വെച്ചാൽ അവരുടെ ഈമാനിനെ സംരക്ഷിച്ചു, കർമ്മങ്ങൾ സംരക്ഷിച്ചു, ആചാരങ്ങൾ സംരക്ഷിച്ചു. ഏത് ആചാരങ്ങൾ? നബിയിൽ നിന്ന് മനസ്സിലാക്കിയ ആചാരങ്ങൾ, നബിയിൽ നിന്ന് മനസ്സിലാക്കിയ തൗഹീദ്. പറയുമ്പോൾ എന്തെങ്കിലും ഉളുപ്പൊക്കെ വേണ്ടേ? എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പാടില്ലല്ലോ. കാരണം സമസ്ത പഠിപ്പിച്ച എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിച്ചു. ഏത് ഈമാൻ? മരിച്ചവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈമാനോ? ജാറങ്ങൾ കെട്ടിപ്പൊക്കിയിട്ട് അവിടെ പോയിട്ട് കുട്ടി വേണേ, ബർക്കത്ത് ചെയ്യണേ, ദാരിദ്ര്യം മാറ്റണേ, രോഗം മാറ്റണേ എന്ന് പറയുന്ന ഈമാനാണോ സംരക്ഷിച്ചത്? കർമ്മങ്ങൾ സംരക്ഷിച്ചു. നബിയിൽ നിന്ന് വന്നുള്ള ആചാരങ്ങൾ, പ്രവാചകൻ പഠിപ്പിച്ച ആചാരം. ഏത് ആചാരങ്ങളാണ്? നിങ്ങൾ അനാചാരങ്ങളാണ് പഠിപ്പിച്ചത്, ആചാരങ്ങളല്ല. നിങ്ങൾ പഠിപ്പിച്ചത് അനാചാരങ്ങളാണ്. ഇസ്ലാമിലില്ലാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത, സലഫു സ്വാലിഹ്യങ്ങൾക്ക് പരിചയമില്ലാത്ത നേർച്ചയും മാലയും ഉറൂസും അതേപോലെ തന്നെ ഒരുപാട് മാല മൗലികളും 41 വക, 333 വക, ഇങ്ങനെ കുറേ വക ഏടുകൾ, കുറേ കള്ളക്കറാമത്തുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിച്ചത്. അല്ലാന്ന് നിങ്ങൾക്കും പറയാൻ കഴിയില്ലല്ലോ. സത്യം അതാണ്. നിങ്ങളിങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് ഈമാൻ സംരക്ഷിച്ചത് സമസ്തയാണ്, പ്രവാചകൻ എന്നുള്ള ആചാരങ്ങൾ സംരക്ഷിച്ചത്, പകർന്നു കൊടുത്തത് നബിയിൽ നിന്ന് കിട്ടിയ തൗഹീദ്. എന്താ സമസ്തയുടെ തൗഹീദിന്റെ കോലം? അപ്പം ഈ സമസ്ത മാത്രമല്ല, മറ്റേ സമസ്തയുടെ തൗഹീദിന്റെ കോലം എന്താണ്? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ കയ്യിൽ എന്ത് തൗഹീദാണ് ഉള്ളതെന്ന്. ഇനി നോക്ക്, ഇനി സമസ്ത 100 വർഷം കൊണ്ട് പഠിപ്പിച്ച എന്താണ് നിങ്ങൾക്ക് കാണണ്ടേ? ജിഫ്രി മുത്തുക്കോയ തങ്ങളും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളല്ലേ പറഞ്ഞത് സമസ്ത വിശ്വാസങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്, കർമ്മങ്ങൾ സംരക്ഷിച്ച്, നബിയിൽ നിന്ന് കിട്ടിയ ആചാരങ്ങളൊക്കെ, ആ തൗഹീദ് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇനി ബാക്കി കാണാൻ പോണത്. അത് നിങ്ങളും കൂടി കാണണം, എല്ലാവരും കാണണം, തങ്ങൾ പ്രത്യേകിച്ചും കാണണം. അത് നമുക്ക് ഇനി ഒന്ന് കാണാം. സംരക്ഷിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഏറ്റവും വലിയ മഹാനായ നേതാവ്, ഞങ്ങളെയൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ. ഞാനൊക്കെ നിസ്കാരത്തിൽ ചില ഖവാത്തിറൊക്കെ വരുമല്ലോ, പല ചിന്തകൾ. ആ ചിന്തകൾ വരുമ്പോ അപ്പൊ ഓർക്കല് ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമാനെ മനസ്സുകൊണ്ട് ഓർത്താല് ആ ഖവാത്തിറകളൊക്കെ അവിടെ ഇല്ലാതെയാകും. നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കൊള്ളുക. എല്ലാ ദിവസവും മൂപ്പർക്കൊരു ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുന്ന സമയത്ത് പല ചിന്തകൾ ഇബ്ലീസ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ ആ സമയത്ത് ശംസുൽ ഉലമാനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഖവാത്തിറൊന്നും ഉണ്ടാവുകയില്ല. ഞാനൊക്കെ അത് അങ്ങനെയാണ് ചെയ്യല്. ബഹുമാനപ്പെട്ടവരെ ഓർക്കുമ്പോ നമുക്ക് ചെറിയ ഒരു മാനസികമായ അനുഭൂതി നിസ്കാരത്തിൽ കിട്ടും. ഇതാണ് അപ്പൊ നിങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ശുദ്ധമായ നുണയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ തൗഹീദ്, പ്രവാചകൻ പഠിപ്പിച്ച ആചാരങ്ങള്, മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിച്ചു. ഇതൊക്കെ നിങ്ങൾ ഈ സമൂഹത്തില് പഠിപ്പിച്ചതാണ്. ഞങ്ങളാണ് തൗഹീദിന്റെ വക്താക്കൾ എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞത്. നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആചാരോട് നമസ്കരിക്കുമ്പോൾ ശംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ നമസ്കരിക്കുമ്പോൾ ഓർക്കാനാ പറയുന്നത്. ഇത് ആര് പഠിപ്പിച്ചാണ് കൂട്ടരെ? ഇത് എവിടുന്ന് കിട്ടിയതാണ്? ഇതാണോ വിശ്വാസം നിങ്ങൾ സംരക്ഷിച്ചത്? നിസ്കരിക്കുമ്പോൾ അബൂബക്കർ മുസ്ലിയാരെ ഓർക്കാൻ, അപ്പൊ മറ്റു ചിന്തകളൊന്നും ഉണ്ടാകൂലാന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഇവരുടെ കർമ്മങ്ങൾ സംരക്ഷിച്ചതിന്റെ കോലം. കഴിഞ്ഞില്ല. ഇതിപ്പോ കർമ്മം സംരക്ഷിച്ച കോലം ഇപ്പൊ ഇങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ന് വെച്ചാല് നിസ്കരിക്കുമ്പോൾ എവിടേക്ക് നോക്കാനാ? സുജൂദിലേക്ക് നോക്കുക. ഇഖ്ലാസ്,
അള്ളാഹു അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിങ്ങളെ കാണുന്നുണ്ട്, ഹൃദയത്തിലേക്ക് നോക്കുന്നു. ആ മനസാന്നിധ്യത്തോട് കൂടി നമസ്കരിക്കാൻ പറഞ്ഞു കൊടുത്ത് കെ അബൂബക്കർ മുസ്ലിയാരെ മനസ്സിൽ കൊണ്ടുവരാനാ പറയുന്നത്. അതിങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാകും. ഇപ്പം ഇതാണ് സമസ്ത പഠിപ്പിച്ച വിശ്വാസം. പിന്നെ വിശ്വാസങ്ങളെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ വിശ്വാസം. ഇനി കഴിഞ്ഞില്ല, ഇനി അടുത്തത് വരട്ടെ. ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ സമ്മേളനം ഉണ്ടാവുമ്പോ എല്ലാ കൊല്ലവും അവിടെ പോകും. എല്ലാ കൊല്ലവും മഹാനവറുകൾ പറഞ്ഞില്ലേ, മക്കത്തുനിന്നൊരു പ്രകാശം കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെന്നാണ്. ഏതാണ് അതിന്റെ വ്യാഖ്യാനം നൽകപ്പെട്ടത്? അതിന്റെ ശേഷമാണ് ജാമിഅയുടെ നിർമ്മാണം നടന്നതെന്ന്. ജാമിഅ നൂരിയയുടെ നിർമ്മാണം നടന്നത്. എല്ലാ കോളും പട്ടിക്കാട് പോകും. ഇവിടെ ദിക്കറടക്കണ ദിവസമാണെങ്കിലും പട്ടിക്കാട് ജാമിഅ സമ്മേളനം ഉണ്ടായ പറയും പട്ടിക്കാട്ട് പോയിക്കോളി, അവിടെ പോയിക്കോളി, പട്ടിക്കാട് പോയിക്കോളി, ഇന്ന് എവിടേക്കല്ലേ വരണ്ടേ, പട്ടിക്കാട് പോയിക്കോളി. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ ഒരു കൊല്ലത്തെ ദോഷം അല്ലാഹു പുറത്തു തരും. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ ഒരു കൊല്ലത്തെ ദോഷം അല്ലാഹു പുറത്തു തരും. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ ഒരു കൊല്ലത്തെ ദോഷം ജാമിഅ നൂരിയ അറബി കോളേജിലേക്ക് പോയ ഒരു വർഷത്തെ ദോഷം പൊറുക്കുന്നു. ഇത് എവിടെ നിന്ന് കിട്ടിയതാ തങ്ങളെ? ഇത് നബി പഠിപ്പിച്ച ആചാരാണോ? നിങ്ങൾ എന്താ പറഞ്ഞേ? മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസം സംരക്ഷിച്ചു, അവരെ കർമ്മങ്ങൾ സംരക്ഷിച്ചു, നബിയിൽ നിന്ന് കിട്ടിയ തൗഹീദ്, അവരുടെ ഈമാൻ എന്ത് ചെയ്തു? അത് നിങ്ങൾ പിന്നെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞല്ലേ? ഇതെന്ത് വിശ്വാസമാണ്? പിന്നെ ജാമിഅ നൂരിയ അറബി കോളേജിലേക്ക് പോയാൽ ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്ന് നിങ്ങൾക്ക് എവിടെന്നാ കിട്ടിയത്? ഇത് നിങ്ങളുടെ പോക്കറ്റിൽ നിർത്ത് പറഞ്ഞതല്ലേ? ഇതല്ലേ നിങ്ങൾ പഠിപ്പിച്ചത്? അപ്പൊ നിങ്ങൾ മുകളിൽ പറഞ്ഞത് സംരക്ഷിച്ചു എന്ന് പറഞ്ഞ ശുദ്ധമായ നുണയല്ലേ? കഴിഞ്ഞില്ല പ്രിയമുള്ള സഹോദരങ്ങളെ. ഇതുപോലെ എത്ര എണ്ണം വേണം? ഇതൊക്കെ വീഡിയോ നീണ്ടു പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ പിന്നെ 1-2 മാത്രമേ കാണിക്കുന്നുള്ളൂ. കാണിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാമല്ലോ. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ സജീവമായിട്ടുള്ള ആൾക്കാരല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ സമസ്ത എന്നാണ് പഠിപ്പിച്ചത് എന്ന്. നിങ്ങൾ നോക്ക്, ഇപ്പോൾ ആ കോളേജിലേക്ക് സമ്മേളനത്തിലൊക്കെ പോകുക, കോളേജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തെ പിന്നെ തെറ്റുകൾ ദോഷം പൊറുക്കും എന്നൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കളവ് പറഞ്ഞിട്ട് ഇവർ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ച പാർട്ടിയാണ്. ഇവരാണ് വന്നിട്ട് പറയുന്നത്, ഇവരുടെ നേതാവ് വന്നിട്ടാ പറയുന്നത് എന്ത്? പിന്നെ വിശ്വാസം സംരക്ഷിച്ചിട്ടുണ്ട്, കർമ്മങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദാണ് പഠിപ്പിച്ചത് എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒരു ഉളുപ്പില്ലാതെയാണ് നേതാവ് പറയുന്നതും അനുയായികൾ പറയുന്നതും. കഴിഞ്ഞില്ല, ഇനി നമുക്ക് അടുത്തതൊന്ന് കാണാം. മുഹമ്മദ് മുസ്ലിയാര് എന്റെ കൊടിമരത്തിന്റെ പണിക്ക് കൂടുന്ന ആൾക്ക് 10 ഹജ്ജിന്റെ കൂലി കിട്ടുമെന്ന് പറയുകയും അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കുകയും അത് ആ കമ്മിറ്റിക്കാരടക്കമുള്ള ആളുകളുടെ അറിവോടുകൂടെ രേഖപ്പെടുത്തി വെച്ചു പോയ സംഗതി ഇപ്പോഴും പുസ്തകമായി. തൃപ്പണച്ചി മുഹമ്മദ് മുസ്ലിയാരെ കൊടിമരം ഉണ്ടല്ലോ, ആ കൊടിമരത്തിന് ചുറ്റും കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ 10 ഹജ്ജ് ചെയ്ത കൂലിയാണ് എന്നാണ്. ഇതൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരല്ലേ? ഇത് ഏത് വിശ്വാസമാണ്? നബി പഠിപ്പിച്ച വിശ്വാസമാണോ? ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? കൊടിമരത്തിനും ചുറ്റും പരക്കം പാഞ്ഞാൽ പിന്നെ 10 ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്നാണ് റഹ്മത്തുള്ളാഹി ഖാസിമി പറയുന്നത്. ഇപ്പം ഈ വിശ്വാസമാണോ തങ്ങളെ നിങ്ങൾ സമൂഹത്തിലെ മുസ്ലിം ഉമ്മത്തിന് പകർന്നു കൊടുത്തത്? ഇത് നബിയിൽ നിന്ന് കിട്ടിയ തൗഹീദാണല്ലോ നിങ്ങൾ പഠിപ്പിച്ചു എന്നല്ലേ പറഞ്ഞേ? ഇത് നബിയിൽ നിന്ന് കിട്ടിയ ആചാരമാണോ? ഹജ്ജ് എന്നുള്ള കർമ്മം, അത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ആർക്കാണ്? എന്താണ് അതിന്റെ ലക്ഷ്യം? തൃപ്പണച്ചി മുഹമ്മദ് മുസ്ലിം കൊടിമരത്തിന്റെ അവിടെ കിടന്ന് കറങ്ങിയാൽ 10 ഹജ്ജിന്റെ കൂലി കിട്ടുന്നു. കഴിഞ്ഞില്ല, ഇനിയും വരാനുണ്ട് ഒരെണ്ണം കൂടി. ഞങ്ങളുടെ മൗലിദാണിത്. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, സെക്രട്ടറി ആയിരുന്നല്ലോ. മഹാനവറുകൾ എഴുതിയ മൗലിദ് ഇതിന്റെ 15ാമത്തെ പേജിൽ മഹാനായ മമ്പുറം തങ്ങളെ കുറിച്ച് പറയാണ്. മമ്പുറം തങ്ങളെ കുറിച്ച് ഇത് പറഞ്ഞപ്പോ ഒരാൾ പിന്നെ ചോദിച്ചു, ആ ചെറുപ്പത്തിലേറ്റ ധരിച്ചതാവും. ചെറുപ്പത്തിലൊന്നും ധരിക്കൂല, ചെറുപ്പത്തിൽ ധരിച്ചിട്ടുണ്ടാവും കേട്ടോ. വസോറ കുത്തുബസ്സമാൻ, മമ്പുറം തങ്ങളെ കുത്തുബുസ്സമാനായി. അക്കാലത്തെ വൗസായി. فكان يلبس نحو المقصب والحرير من الملابس الفاخرة ويتختم بالذهب ويركب الخيول المرخطة. ഔത്തും കുത്തുബ് സമാനൊക്കെ ആയപ്പോ ഫകാന, അതിനുശേഷം അവര് ധരിച്ചു. എന്തിനെ ധരിച്ചു? സ്വർണത്തിന്റെ പ്രത്യേകമായ വസ്ത്രങ്ങൾ, പട്ടുകൊണ്ടുണ്ടാക്കിയ. മമ്പറം തങ്ങള് സ്വർണം ധരിച്ചു, പട്ടുവസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അഹ്സനി ആ പുസ്തകം വായിച്ചിട്ട് വിളമ്പണേ. പറയുന്ന ആൾ നിങ്ങളുടെ കൂട്ടത്തില് അല്ല എന്ന് അറിയാം, നിങ്ങളിൽ നിന്നൊക്കെ പൊട്ടിത്തെറിച്ച് പോയതാണ്. പക്ഷെ ആ പുസ്തകം നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റൂലല്ലോ, കാരണം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം എഴുതിയ പുസ്തകമല്ലേ. അപ്പൊ നിങ്ങളുടെ ഔലിയാക്കന്മാർക്ക് സ്വർണം ധരിക്കുക,
നിങ്ങളുടെ ഔലിയാക്കന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കുക, നിങ്ങളുടെ ഔലിയാക്കന്മാർക്ക് നമസ്കരിക്കണ്ട, നിങ്ങൾക്ക് നോമ്പെടുക്കണ്ട, അതേപോലെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഔലിയാക്കന്മാർക്ക് കുളിക്കണ്ട, നനക്കണ്ട, നോമ്പെടുത്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് നോമ്പെടുത്തവർക്ക് ഭക്ഷണം കൊടുത്ത് മുറിപ്പിക്കാം, ഇവിടെ നിസ്കരിക്കുക, അവിടെ ഹറമി പോയി നിസ്കരിക്കുക, അവിടെയും കാണും, മുക്കത്തും മക്കത്തും ഒരുമിച്ച് കാണും, നബിയായിട്ട് വർത്താനം പറയാം, കൈ പിടിക്കുക, അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം, ജയിലിൽ നിന്നൊക്കെ മോചിപ്പിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഔലിയാക്കന്മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഷെറയിൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് കർമ്മങ്ങളൊക്കെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞത്, ആചാരങ്ങൾ സംരക്ഷിച്ചു എന്ന് പറഞ്ഞത്, അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ. എന്താണെന്നറിയോ, നിങ്ങൾ പഠിപ്പിച്ച എന്താണെന്ന്, സമസ്ത പഠിപ്പിച്ച എന്താണെന്നുള്ള കൃത്യമായി ജനങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇതൊക്കെ വന്നിരുന്ന് വിളമ്പുമ്പോൾ അനുയായികൾ എന്തൊക്കെയാണ് പിന്നെ സമൂഹത്തിനെ പഠിപ്പിച്ചത് അതൊക്കെ ഒന്നൊക്കെ കേട്ടതിന് ശേഷം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ പ്രശ്നമല്ല. കാരണം അപ്പം നിങ്ങൾക്ക് ബോധ്യം വരും ഇത് എന്താണ് പഠിപ്പിച്ചതെന്ന്. ഇതിപ്പോൾ നിങ്ങൾ ശുദ്ധമായി നുണയാ പറഞ്ഞത്. നിങ്ങളിത് എന്ത് തൗഹീദാ പഠിപ്പിച്ചത്? മരിച്ചവരോട് ചോദിക്കും തൗഹീദോ? എന്ത് വിശ്വാസമാണ് നിങ്ങൾ പിന്നെ സംരക്ഷിച്ചത് മുസ്ലിം ഉമ്മത്തിന്റെ? അല്ല, നിങ്ങളുടെ സമസ്ത കൂടാരത്തിന്റെ മാത്രമാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ, മുസ്ലിം ഉമ്മത്തൊന്നും പറയണ്ട. ഞാൻ സമസ്ത അനുയായികൾക്ക് പകർന്നു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, കാരണം അത് നിങ്ങൾക്ക് മാത്രം ഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ മുസ്ലിം ഉമ്മത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാവരും കാട്ടടച്ച് വെടിവെക്കരുത്. നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ കൂടാരത്തിൽപ്പെട്ടവർക്കൊക്കെ ഞങ്ങൾ ആചാരങ്ങൾ പഠിപ്പിച്ചു, അനാചാരങ്ങൾ പഠിപ്പിച്ചു, മാലയും ഉറൂസും നേർച്ചയും അതൊക്കെ പഠിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നമല്ല. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം സംരക്ഷിച്ചു, കർമ്മങ്ങൾ സംരക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ വെച്ച് കെട്ടി നിങ്ങളെ പോക്കറ്റിൽ നിർത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് അതായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇനി നോക്ക്, നിങ്ങൾ അമ്പലക്കടവ് ഫൈസി പറയുന്നുണ്ട്, അത് കുറച്ച് കാര്യമായിട്ട് പറയുന്നുണ്ട്, അത് നമ്മൾ കേൾക്കന്നെ വേണം. കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ പാവപ്പെട്ട നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കും ഇതൊക്കെ തന്നെയാണ് ഈ കറാമത്തുകൾ, അല്ലാതെ യഥാർത്ഥ കറാമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മതവിനാശത്തിലേക്ക് നയിക്കുന്ന പ്രവണതകളാണ് അല്ലെങ്കിൽ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാന്യമായി ഇസ്ലാമിനെ കുറിച്ച് വിലയിരുത്തേണ്ട അമുസ്ലിം സഹോദരന്മാർ പോലും ഇതൊക്കെയാണോ ഇസ്ലാം? ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം കള്ളപ്പദ്ധതികൾ നടത്തുന്ന അത്തരം ആളുകളെ കേട്ടാല് അത് ഏറ്റവും നല്ലതാണ്. കാരണം നിങ്ങളുടെ അനുയായികൾ നിങ്ങളെ ഉപദേശിക്കേണ്ട ഒരു അവസ്ഥയാണ്. നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കുന്ന പറയുന്നത്. അതെങ്ങനെ വെയിൽ തന്നെ വിളവ് തിന്നുന്നത്? ഇവർ തന്നെയാണ് ഇത് പഠിപ്പിച്ചു വിടുന്നത്. പ്രസിഡന്റാണ് ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞ ഒരു രസകരമായ ഒരു കാര്യം നിങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ മുസ്ലിം സമൂഹത്തിനെ മൊത്തം കുത്തക ഏറ്റെടുത്തിട്ട് വിശ്വാസം സംരക്ഷിച്ചു, നബി പഠിപ്പിച്ച ആചാരമാണ് ഇവിടെ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞില്ലേ തങ്ങള്. ഇനി തങ്ങൾ പഠിപ്പിക്കുന്ന ആചാരം നേരിട്ട് ഇതുവരെ അനുയായികളല്ലേ പറഞ്ഞു, ഇനി തങ്ങൾ പറയുന്ന രംഗം ഞാൻ കാണിച്ചുതരാം, അവസാനമായിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അമ്പലക്കടവ് പറയുന്നതെന്ന് വെച്ചാൽ നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ താല്പര്യമുള്ള മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വരൂല. കാരണം വെച്ചാൽ ഇതാണോ ഇസ്ലാം എന്ന് അവർ തെറ്റിദ്ധരിക്കും. ഇനി ഇസ്ലാമിൽ ഉള്ളവരാണെങ്കിലോ ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോവുകയും ചെയ്യും. ഈ കള്ളക്കറാമത് കൊണ്ട് വിളമ്പിയിട്ട്. അപ്പോൾ നിയന്ത്രിക്കണമെന്നാണ് അമ്പലക്കടവ് പറയുന്നത്. അത് അമ്പലക്കടവ് പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്. കാരണം പ്രസിഡന്റ് തന്നെ ഇനിയൊരു രസകരമായ ഒരു കാര്യം പ്രസിഡന്റ് പിന്നെ വിശദീകരിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം ഫസ്റ്റ് തങ്ങൾ പറഞ്ഞല്ലോ, മുസ്ലിം സമൂഹത്തിന്റെ മൊത്തം നബി പഠിപ്പിച്ച ആചാരങ്ങൾ പഠിപ്പിച്ചു, ആ വിശ്വാസം സംരക്ഷിച്ചു, കർമ്മം സംരക്ഷിച്ചു, തൗഹീദ് നബി പഠി തൗഹീദ് എന്നൊക്കെ പറഞ്ഞില്ലേ. അടുത്ത വീഡിയോ കണ്ടാൽ ക്ലിയർ ആവും. ആ തങ്ങൾ പഠിപ്പിച്ച തൗഹീദ് എന്താണ്, അതിന്റെ കോലം എന്താണെന്ന് കണ്ടോ. അതോടുകൂടി നമുക്ക് ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ സംസ്ഥാനത്തെ പറ്റി കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ഇവരെ കോലം എന്താണ്, ഇവരെന്താണ് പഠിപ്പിച്ചത് എന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് കാണാം. തങ്ങൾ പറയട്ടെ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു എന്ന് അടുത്ത ആളുകൾ പറഞ്ഞു. ആ കണ്ടൊരു തകരാറ് ദുന്യാവിനോടൊരു വലിയ മഹബത്ത് ഉണ്ടായിപ്പോയി എന്നാണ്. ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ പറ്റി മനസ്സിലാക്കി ദുന്യാവിനോട് വലിയ മഹബത്തുള്ള ആളാണ് ശൈഖുനാ ശംസുൽ. ആ ഒരു മഹബത്ത് മൂപ്പർക്ക് ഇല്ലെങ്കിൽ ഖാറഫിൽ ഹവ, ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു. അവരോട് നമുക്ക് പറയാനുള്ളത് ദുന്യാവിനോടുള്ള യാതൊരു മഹബത്തും മൂപ്പർക്കില്ല. അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ മൂപ്പര് ആകാശത്തിൽ കൂടി പറക്കെടുപ്പ് ചെയ്യണം. ഹയാത്ത് കാലത്തുള്ള ആകാശത്തിൽ കൂടി പറക്കാനൊക്കെ കഴിയണ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പൊ നേതാവിനെ പറ്റി ഏറെക്കുറെ മനസ്സിലായി. ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആകാശത്ത് കൂടെ പറക്കുന്നാ പറയുന്നത്. ഇപ്പൊ ആകാശത്ത് കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സമസ്ത പ്രസിഡന്റ് പറഞ്ഞ വിശ്വാസം. ഇപ്പൊ നേരത്തെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞില്ലേ, പ്രവാചകൻ പഠിപ്പിച്ച തൗഹീദ്, വിശ്വാസം, കർമ്മങ്ങൾ, ആചാരം ഒക്കെ മുസ്ലിം സമൂഹത്തിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ തങ്ങൾ പഠിപ്പിച്ച ആചാരം എന്താണ്? ശംസുൽ ഉലമ ആകാശത്ത് കൂടെ പറക്കുകയാണ് എന്ന്. നമ്മൾ പറക്കാന്ന് വിചാരിക്കുമ്പോൾ വല്ല പക്ഷികളാണെന്ന് വിചാരിക്കണ്ട.
ജീവിതകാലത്ത് മരിച്ചിട്ടല്ല, ജീവിതകാലത്തും പറക്കാൻ പറ്റുന്ന, ആകാശത്തിൽ കൂടെ പറക്കാൻ പറ്റുന്നോ തൻ്റെ തങ്ങളെ, ആരോടാ ഇത് വന്ന് ഈ പറയുന്നത്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ചിന്തിക്കുക. നിങ്ങളിത് തുടങ്ങി വെച്ചത്, നിങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചത്, നിങ്ങൾ അനുയായികൾക്ക് നിങ്ങൾ പഠിപ്പിച്ചത് ഇത് ശരിയായ ഇസ്ലാമാണോ? നിങ്ങളുടെ പണ്ഡിതന്മാരൊക്കെ ആകാശത്തിലൂടെ പറക്കുന്ന ആൾക്കാരാണോ? അപ്പൊ ഈ പറക്കുന്ന ആകാശത്തിലൂടെ പറക്കുന്ന വിശ്വാസം എവിടെ നിന്ന് കിട്ടിയതാ? അതാണ് പറയുന്നത് സമസ്ത ഷിയാക്കളാണ്. നിങ്ങളൊക്കെ അതിന് നേതാക്കന്മാരാ, അല്ലാണ്ട് മുസ്ലിം സമൂഹത്തിന് മൊത്തം കുത്തക ഏറ്റെടുത്ത് പറയേണ്ട കാര്യമല്ല. ഇപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്പോ താങ്കളെ പറ്റി മനസ്സിലായില്ലേ? ഇതാണ് പറക്കണ തങ്ങള്. അള്ളാഹു സത്യമായി പഠിക്കാനും ഇവരൊക്കെ പഠിച്ച് മനസ്സിലാക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാലും ഇവർ ഷെറിന്നേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.